ഹായ് എല്ലാവർക്കും നമസ്കാരം കേട്ടോ. അപ്പോൾ ഇന്ന് പറമ്പിലേക്ക് ഇറങ്ങിയിട്ട് ഇന്ന് ഞങ്ങൾ പട്ടിയും കൊതമ്പും പിന്നെ കുറച്ച് നാളികേരമൊക്കെ ശേഖരിക്കണം കേട്ടോ. മഴക്കാലമാകുമ്പോൾ എനിക്ക് ഓലക്കൊടിയുടെയൊക്കെ ആവശ്യം വളരെ അധികമാണ് കേട്ടോ. അപ്പോൾ എല്ലാ മാർച്ച് മെയ് ഏപ്രിൽ മാസങ്ങളിലൊക്കെ വീണ ഓലകളൊക്കെ ഞാൻ എടുത്ത് കെട്ടുകളാക്കി വെക്കും കേട്ടോ. അപ്പോൾ ഇന്ന് മക്കൾക്ക് SLC എക്സാമൊക്കെ നടക്കണ കാരണം കൊണ്ടും മുടക്കാണ്. പിന്നെ അവർക്ക് പരീക്ഷയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് കുറച്ച് നേരം പറമ്പിലിറങ്ങിയിട്ട് നമുക്കൊന്ന് ഈ ഓലയും പട്ടയൊക്കെ ഒന്ന് വലിച്ചുകൊണ്ട് വരാം. അപ്പോൾ അമ്മയ്ക്ക് അത് വെട്ടി ശരിയാക്കാം. എപ്പോഴാണ് മഴ പെയ്യാന്ന് നോക്കിയിട്ടാണ് നിൽക്കണേ. നല്ല വെയിലുണ്ടെങ്കിലും ചില നേരത്ത് മഴക്കാരിങ്ങനെ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഈ മഴയൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ ഈ ഓലയൊക്കെ ഉണങ്ങിയത് വെള്ളത്തിലായി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ അങ്ങനെ എൻ്റെ 2 മക്കളും പറമ്പിലിറങ്ങി ഓലയൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് വരാം കേട്ടോ. എൻ്റെ രണ്ടാമത്തവൻ ഭയങ്കര ഹാർഡ് വർക്കറാണ് കേട്ടോ. ആൾക്ക് ഇങ്ങനെ പണിയെടുക്കാന്ന് പറഞ്ഞാൽ നല്ല ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. മൂത്തവൻ ഇത്തിരി വിയർപ്പിൻ്റെ അസുഖമുള്ള ആളാണ് കേട്ടോ. അപ്പോൾ അവൻ അവിടെ കിടക്കണ പഞ്ഞിയൊക്കെ എടുത്ത് കളി തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നു മോനെ അത് മൂക്കിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ നീരുവീഴ്ചയും കൊണ്ട് നടക്കാൻ നിനക്കെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അവനോട് പറഞ്ഞു നീ പോയിട്ട് പട്ടയൊക്കെ വലിച്ചുകൊണ്ട് വായോ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ പട്ടെടുക്കാനൊക്കെ പോയി. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന നാളികേരമൊക്കെ ഞാൻ പറക്കി അവിടെ കൂട്ടി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും എൻ്റെ രണ്ടാമത്തെ വീണ്ടും ഓല വലിച്ചിട്ട് കിട്ടണില്ല ആൾക്ക്. അപ്പോൾ ഞാൻ അവനെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു അമ്മ ചെയ്യാതെ നീ വിട്ടോ എന്ന് പറഞ്ഞു. വേണ്ട അമ്മ എനിക്ക് അതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവൻ ഭയങ്കര ഹെൽപ്പായിട്ട് അവൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ എത്തി ഓലയൊക്കെ വെട്ടി ശരിയാക്കാണ് കേട്ടോ. അപ്പോൾ ഓലയൊക്കെ വെട്ടി പലരും ഗ്യാസുമ്മലൊക്കെ ആവും അരി വെക്കലും കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. കാരണം ഞങ്ങളെപ്പോഴും അടുപ്പിലാണ് അരി വെക്കാറുള്ളത് കേട്ടോ. നേരത്തോടു കൂടി എനിക്ക് അടുപ്പിലാണ് തീ കത്തിച്ച് അരി വെക്കാറ് കേട്ടോ. അപ്പോൾ ഈ ഓലക്കൊടിയൊക്കെ വളരെ അത്യാവശ്യമാണ്. മഴക്കാലത്ത് പുകയില്ലാത്ത അടുപ്പാണ്. അപ്പോൾ ഒരു അരമണിക്കൂറെങ്കിലും തീ പിടിക്കാനൊക്കെ വേണ്ടി വരും. വിറക് തന്നെ വെച്ച് തീ പിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചകിരിയും ഈ കൊതമ്പും ഓലക്കൊടിയൊക്കെ ഉണ്ടെങ്കിൽ വേഗം തീ കത്തിപ്പിടിക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ നമുക്ക് അടുപ്പ് കത്തിക്കുമ്പോൾ തീ കത്താണ്ടിരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഫ്രസ്ട്രേഷനാണല്ലോ. അപ്പോൾ ആ ഫ്രസ്ട്രേഷനൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതൊക്കെ ഉപ്പാട് തന്നെ ശേഖരിച്ച് വെക്കണേ. അങ്ങനെ പിന്നെ ഇവിടെ വെച്ചിട്ട് വെട്ടി ഞാൻ കുറച്ച് നേരം വെട്ടുള്ളൂ ഇവിടെ വെച്ചിട്ട്. കാരണം മോളവിടെ ഉറങ്ങണം കേട്ടോ. മോള് എണീറ്റ് വന്നു കഴിഞ്ഞാൽ അവൾക്ക് ഇവിടെ ഓടി നടക്കൽ ഭയങ്കര ഈണാവും കേട്ടോ. അപ്പം എനിക്ക് അവളെ നോക്കാണ്ട് വരും. അപ്പം എനിക്ക് അവളെ പിടിച്ചാൽ കിട്ടൂല ആളെ. അപ്പോൾ ഞാൻ ഇവിടുന്ന് 2 ഓലക്കെട്ട് കെട്ടി വെച്ചിട്ട് ഞാൻ പറഞ്ഞു നമുക്കിതൊക്കെ മേലെ കയറ്റാമെന്ന് പറഞ്ഞു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ മേലെ കയറ്റി നമ്മുടെ മുറ്റത്ത് കൊണ്ടിട്ടിട്ട് നമുക്ക് അവിടെ വെട്ടാം. അപ്പോൾ അവളെ നമുക്ക് മാനേജ് ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോഴേക്കും ഉണ്ണി ഏറ്റവും അമ്മ അവിടെ കരച്ചിൽ കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോഴേക്കും ഞാൻ 2 ഓലക്കൂടി കെട്ടിയതും കൊണ്ട് മേലോട്ട് പോയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് അവൾക്ക് ചായയൊക്കെ വെച്ച് കൊടുത്തിട്ട് മോളിവിടെ ഇരിക്കുന്നു പറഞ്ഞിട്ട് 10 മിനിറ്റിനുള്ളിൽ ഞാനും എൻ്റെ മക്കളൊക്കെ കൂടിയിട്ട് അത് ആ പട്ടയും കാര്യങ്ങളൊക്കെ വലിച്ച് കയറ്റിയിട്ടാണ്. അപ്പോൾ ഗ്യാസ് ഒരു ഫുൾ കുറ്റി ഇരിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഓലക്കൊടി ഞാൻ അവിടെ വെച്ചു 2 കെട്ട്. എങ്ങാനും ഗ്യാസ് എങ്ങാനും തീരേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓലക്കൊടി എടുക്കാമല്ലോ ചായ വയ്ക്കാനും കാര്യങ്ങൾക്കൊക്കെ. ഗ്യാസ് അങ്ങനെ തീരില്ല. എനിക്ക് 1.5-2 മാസത്തോളം ഗ്യാസ് യൂസ് ചെയ്യാൻ പറ്റാറുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കൂ, ഹാപ്പി ആയിട്ടിരിക്കൂ. അപ്പോൾ ബൈ.